നിയമത്തിന് വഴങ്ങുക എന്നുള്ളത് നിയമമനുസരിക്കുന്ന ഏത് ഇന്ത്യൻ പൗരന്റെയും ബാധ്യതയാണ്. അവിടെയാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ടാണ് നിയമത്തിന് സിദ്ദിഖ് വഴങ്ങാതിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ച ഘട്ടത്തിൽ എറണാകുളത്ത് നിന്ന് മുങ്ങേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെ 2 വീട്ടിലും അദ്ദേഹമില്ല, ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന് ഫോൺ റിങ്ങുണ്ട് ചില സമയത്ത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അറസ്റ്റിന് വഴങ്ങാത്തത്? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ബാക്കി പിന്നെ ശ്രീ അഭിലാഷ്, 2 കാര്യങ്ങളാണ്. പലപ്പോഴും ഈ അറസ്റ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് വിജയബാബുവിന്റെ കേസിൽ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പോലീസ് കോടതിയിൽ ചെന്ന് വിജയബാബുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മീഡിയക്കാരെ കാണിക്കാനല്ലേ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. നാട്ടുകാരുടെ വേറെ ഒരു കേസ് ഉദാഹരിക്കേണ്ട, എല്ലാ കേസിലും സംഭവിക്കുന്നത്. മുൻകൂർ ജാമ്യം നിരസിച്ചുകൊണ്ട് കോടതി തന്നെ, ഹൈക്കോടതിയല്ലേ പറഞ്ഞത് കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ വേണം, ആവശ്യമുള്ള കേസാണ്. ഇക്കാര്യത്തിൽ കോടതിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ജാമ്യം കൊടുക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ പോകാൻ റൈറ്റ് ഉണ്ടല്ലോ. കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ ആവശ്യമുള്ള ഒരു വിഷയമാണ് ഇത്. ഈ കേസിന്റെ ഗ്രാവിറ്റി അതാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് ആ കേസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ വേറെ ഏതെങ്കിലും കേസിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ആ കേസിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് 4 തവണയോളം മൊഴി മാറ്റിയ, വെർബൽ അബ്യൂസ് ഫിസിക്കൽ റേപ്പായി മാറിയ കേസിൽ, ബാക്കി 14 പേർക്കെതിരെ പരാതിയുള്ള കേസിൽ, ചൈനയിൽ നിന്ന് നഗ്നചിത്രം എടുത്തതിന് പുറത്താക്കപ്പെട്ട പരാതിക്കാരിയുടെ പശ്ചാത്തലമുള്ള കേസിൽ ശ്രീ സിദ്ദിഖിന് ഈ കാര്യങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സിദ്ദിഖിന് യാതൊരു ക്രിമിനൽ ആന്റിസിഡൻസും ഇല്ല. എന്നാൽ പരാതിക്കാരിക്കെതിരെ ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകൾ വരെ പലപ്പോഴും പൊതുമാധ്യമങ്ങൾ അടക്കം രാമൻപിള്ള അസോസിയേറ്റ്സ് ഹൈക്കോടതിയിൽ വാദിച്ച കാര്യമല്ലേ ശ്രീ രാഹുൽ ഈശ്വർ? എന്നിട്ട് എന്താണ് കേരള ഹൈക്കോടതിക്ക് അത് ബോധ്യമാവാത്തത്? ഇമാതിരി തോന്നിയാസം ഇനി മേലാൽ പറയരുതെന്നല്ലേ കോടതി പറഞ്ഞത്? മേലാൽ പറയരുതെന്നല്ല, കോടതിക്ക് മറ്റൊരു സമീപനമായിരുന്നു. കോടതിക്ക് മറ്റൊരു സമീപനം എടുക്കാൻ പറ്റില്ല. കോടതിക്ക് നിയമത്തിന്റെ സമീപനമേ പറ്റൂ. കോടതി നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. നിയമത്തിന്റെ സമീപനം, ഒരു കേസിൽ ഒരാൾ പരാതി കൊടുത്താൽ ആ പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്യരുത് എന്നാണ്. അത് വളരെ 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 വ്യക്തമായി കോടതി പറഞ്ഞ കാര്യമാണ്. അല്ല അഭിലാഷ്, എങ്ങനെയാണ് അത് വ്യക്തിഹത്യ ആകുന്നത്? ആ വ്യക്തിക്കെതിരെ 10-30 പെൺകുട്ടികൾ പരാതി കൊടുക്കുകയും ചൈനയിൽ നിന്ന് പുറത്താക്കിയ വസ്തുത ഞാൻ ടിവിയിൽ പറഞ്ഞ അത് വ്യക്തിഹത്യ ആവുമോ? അഭിലാഷ് അറിഞ്ഞിരിക്കണം, ട്രൂത്ത് ഈസ് എ ഡിഫൻസ് അഗൈൻസ്റ്റ് ഡിഫമേഷൻ. താങ്കൾ ഈ പറഞ്ഞ കാര്യം അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനം അവരുടെ വിദ്യാർത്ഥി കാലത്ത് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുറത്താക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയായ ഒരു വ്യക്തി റേപ്പ് ചെയ്യപ്പെടാം എന്നുള്ളതാണോ? അവർക്ക് റേപ്പ് ചെയ്യപ്പെട്ടാൽ സാധാരണ പൗരന്മാർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യവും കൊടുക്കാൻ പാടില്ല എന്നാണോ? ആരുമാവട്ടെ, അതുകൊണ്ടാണല്ലോ കേസ് പോലും കോട്ട് ചെയ്തുകൊണ്ട് കോടതി പറഞ്ഞത്. ആരുമാവട്ടെ, അവർ അനീതിക്കിരയായാൽ നിയമമനുസരിച്ച് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതൊക്കെ പാലിക്കപ്പെടണം. അവിടെ ഈ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം? അത് ആത്യന്തികമായി സിദ്ദിഖിന് തന്നെ മോശമാകുകയുള്ളൂ. ഇത് കേൾക്കുന്നവർക്ക് തോന്നുന്നു വേറെ ഏതോ കാലഘട്ടത്തിലാണെന്ന്. ഈ പറയുന്ന 2016 തന്നെയാണ് ആ കുട്ടിയെ ചൈനയിൽ നിന്ന് പുറത്താക്കിയത്. അതിന്റെ രേഖകളാണ്. ആ പരാതിയിൽ ഈ വ്യക്തിക്കെതിരെ എന്തൊക്കെ മാലിന്യങ്ങൾ അല്ലെങ്കിൽ എത്ര മലിനമാണ് ചില കാര്യങ്ങളെന്ന് അവരുടെ സഹപാഠികൾ എഴുതിയിട്ടുണ്ട്. സഹപാഠികളുടെ വളരെ വിശദമായ പരാതിയും അതിൽ 30 പേര് ഒപ്പിട്ട കോപ്പിയും എന്റെ ഇരിപ്പുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ അതുകൊണ്ടാണോ സിദ്ദിഖ് ഒളിവിൽ പോയത്? സിദ്ദിഖ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്തു. ഇത്തരം കാര്യങ്ങളെല്ലാം ഹൈക്കോടതിയിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് ക്രെഡിബിലിറ്റിയെ കുറിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. ബാക്കി 14 പേർക്കെതിരെ പരാതി കൊടുത്ത പശ്ചാത്തലം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുസമൂഹമെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അപ്പൊ അത് ട്രയലിന്റെ സ്റ്റേജിൽ തീർച്ചയായിട്ടും വരും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ട്രയലിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷേ കോടതി, ഞാൻ ഇന്നലെ വായിച്ചതാണ്, എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെ താങ്കൾ ഉന്നയിച്ച വാദം കോടതിയിൽ ഉന്നയിക്കപ്പെട്ടതാണെന്നും കോടതി അതിന് വളരെ നിശ്ചിതമായ ഭാഷയിൽ the learned senior counsel for the petitioner had also characterized the survivor as an outspoken and vociferous lady who has made, താങ്കൾ പറഞ്ഞ കാര്യം, who has made unsubstantiated allegations against 14 men എന്ന് പറഞ്ഞതിന് ശേഷം കോടതി പറയാൻ therefore her complaint lacks credibility എന്ന് പറയുന്ന വാദത്തെ കോടതി പ്രതികരിക്കുന്നത് the submission is unwarranted and reflects an uncharitable view of the survivor's circumstances. A woman's experience of sexual assault are not reflections of her character but rather than an indication of her suffering. ഇന്നലെ കോടതി പറഞ്ഞ കാര്യമാണ്. താങ്കൾ പറഞ്ഞ ഈ വാദങ്ങളെല്ലാം കോടതി പരിശോധിച്ച് തള്ളിക്കളഞ്ഞതും അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞതുമാണ്. എന്ത് ഈ ചൈനയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന കാര്യം, ചൈനയിൽ നിന്ന് അതിനെന്താണെന്ന് സത്യം ജനങ്ങൾ പുറത്താക്കിയ ഒരാൾ മാനഭംഗം ഒരു സാധ്യതയുമില്ലെന്നും അങ്ങനെ പരാതി വന്നു കഴിഞ്ഞാൽ അത് പരിഗണിക്കണമെന്നാണോ? ജനങ്ങൾ അറിയട്ടെ. അതിലെവിടെയാണ്
അതിലെവിടെയാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യം? ഡോക്യുമെന്റ്സ് വെച്ച് ജനങ്ങൾ അറിയട്ടെ. എത്ര ദിവസമായി പറയുന്നുണ്ട് രാഹുൽ ഈശ്വരൻ? ഇത് സത്യമല്ലേ? ഇത് എത്ര ദിവസമായി പറയുന്നു? ഇതിലൊക്കെ എന്താണ് കാര്യം? ഒരു സെക്കൻഡ് ഞാൻ തയ്യാറാണ്. അല്ല, ഞാൻ ഇനി ബാക്കി സിദ്ദിഖിനെതിരെ ഉള്ള തെളിവുകളിലേക്ക് ധൈര്യം ഉണ്ടാവോ? അഭിലാഷ് പറയുന്ന ദിവസം ഞാൻ കീറാം. ഇത് ഒറിജിനൽ ഡോക്യുമെന്റ് അല്ലേ? അത് ഒറിജിനൽ ആണോ അല്ലാത്തതാണോ ഞാൻ എങ്ങനെ അറിയും? നഗ്ന വീഡിയോ എടുത്തതല്ലേ പുറത്താക്കിയത്? അങ്ങനെ ഏതെങ്കിലും അലിഗേഷൻസിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരാൾ റേപ്പ് ചെയ്യപ്പെടണോ? റേപ്പ് ചെയ്യപ്പെട്ടാൽ അവരുടെ പരാതി പരിഗണിക്കാൻ പാടില്ലേ? അവരുടെ പരാതിയിൽ പോലീസ് ആക്ട് ചെയ്യണ്ടേ? അവരെ റേപ്പ് ചെയ്ത ആൾക്ക് എന്തെങ്കിലും പ്രത്യേക അവകാശം കൊടുക്കണോ? അല്ലല്ല, ഇനി അഭിലാഷ് ഞാൻ ഒരു വരി മാത്രം. ഇതുവരെ അഭിലാഷിന് സിദ്ദിഖ് വേട്ടക്കാരനായിരുന്നു. പരാതിക്കാരിയെ കുറിച്ച് പറയുമ്പോൾ അത് അലിഗേഷനായി മാറി അല്ലേ? ഒരു യൂണിവേഴ്സിറ്റിയുടെ കണ്ടെത്തൽ പരാതിക്കാരിയെ കുറിച്ച് പറഞ്ഞ അലിഗേഷൻ. അത് പരമമായ സത്യമാണെന്ന് ആയിക്കോട്ടെ രാഹുൽ ഈശ്വർ. അങ്ങനെ നടപടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡിസിപ്ലിനറി ആക്ഷൻ നേരിട്ട ഒരാളെ റേപ്പ് ചെയ്ത പിന്നെ റേപ്പിന് കേസ് വേണ്ടേ? എന്താണ് ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നത്? താങ്കൾ പറയുന്ന കാര്യത്തിൽ ഏത് തരത്തിലുള്ള യുക്തിയാണ് ബാധകമാവുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണ് മോഹനെ എനിക്ക് വിശ്വാസമാണ് 2016 ഈ വ്യക്തിയെ പുറത്താക്കി എന്ന ഈ ഡോക്യുമെന്റ് ശരിയല്ലെന്ന് അഭിലാഷ് ഞാൻ ശരിയല്ലെന്ന് പറയുന്നില്ല. എന്റെ വാദം അതല്ല. ശരിയല്ലെന്ന് ഞാൻ പറയുന്നില്ല. ശരിയായിരിക്കും. രാഹുൽ ഈശ്വറിന്റെ കയ്യിലുള്ള ഡോക്യുമെന്റ് ശരിയായിരിക്കും. ആയിക്കൊള്ളട്ടെ. അതുകൊണ്ട് എന്താണ് ഈ കേസിൽ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതുകൊണ്ട് എന്താണ് ഈ കേസിലെ സവിശേഷത എന്നുള്ളതാണ് എന്റെ ചോദ്യം.